നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. സാധാരണക്കാരുടെ ജീവിതത്തെ വികസനം സ്പർശിക്കുമ്പോൾ മാത്രമേ അത് പൂർത്തിയാകുകയുള്ളൂ എന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ BM കായലിന് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന തുറുവാണം പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. താനൂർ നഗരസഭ 20-ാം ഡിവിഷനിൽ സൗഹാർദ്ദ റോഡ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. പഴകിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന തിരൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ടായി. മിനി സിവിൽ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇനി മുതൽ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. KSSPU കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെട്ടം യൂണിറ്റ് കൺവെൻഷൻ നടത്തി. മലപ്പുറം ജില്ലാ സെക്രട്ടറി TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ വെള്ളത്തോൾ യുവപ്രതിഭാ പുരസ്കാരം പത്തനംതിട്ട റാന്നി സ്വദേശിയും യുവകവിയുമായ ജിനുവിന് ലഭിച്ചു. ശില്പവും പ്രശസ്തിപത്രവും 5000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. വെള്ളത്തോളിൻ്റെ ജന്മനാടായ മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വെള്ളത്തോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിച്ചു. എലൈറ്റ് ലേണേഴ്സ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ടാലന്റ് ഹണ്ട് എക്സാം സംഘടിപ്പിക്കുന്നു. നവംബർ 9 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 4 വരെ തിരൂരിലെ എലൈറ്റ് ലേണേഴ്സ് ക്യാമ്പസിൽ വെച്ചാണ് എക്സാം സംഘടിപ്പിക്കുകയെന്ന് CEO M ഷുഹൈബ് പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഇടത് സർക്കാരിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുവക്കാടങ്ങാടിയിൽ വെച്ച് പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി പാറയിൽ അലി ഉദ്ഘാടനം ചെയ്തു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ചാമ്പ്യന്മാരായി. തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. ഹോംഗാർഡ് സേനാംഗങ്ങൾക്ക് PF അനുവദിക്കണമെന്ന് കേരള ഹോംഗാർഡ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് B അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മലപ്പുറം അഗ്നിരക്ഷാ നിലയത്തിലെ ഹോംഗാർഡ് C വേണുഗോപാലിനെ അനുമോദിച്ചു. താനൂർ കാളാട്ട് ശ്രീ വാമനമൂർത്തി ക്ഷേത്രം തിരുവോണം ആഘോഷം 28, 29, 30 ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാപന ദിവസമായ 30-ന് സമൂഹ സദ്യയുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭാരതത്തിൻ്റെ ശക്തമായ കെട്ടുറപ്പിനും നിലനിൽപ്പിനും പൈതൃകവും സംസ്കാരവും യുവജനങ്ങൾ ഉൾക്കൊള്ളണമെന്നും ഇവ സംരക്ഷിക്കാൻ യുവസമൂഹം തയ്യാറാവണമെന്നും താനൂർ മാതാ അമൃതാനന്ദമയി മഠത്തിലെ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ മാഘമക മഹോത്സവ മുന്നൊരുക്ക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമിനി. SYS താനൂർ സോൺ സ്നേഹലോകം പുത്തൻതെരുവിൽ സമാപിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് സക്കരിയ ജിലാനി വൈലത്തൂർ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. സോൺ പ്രസിഡന്റ് ഷക്കീർ സഖാഫി മങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.